ഈ കേരള സംസ്ഥാനത്തിൽ 2005 കാലഘട്ടത്തിൽ വൈറൽ എപ്പിഡമിക്കായ ചിക്കൻ ഗുനിയ ബാധിക്കുകയും അത് ആലപ്പുഴ ജില്ലയിൽ, അതോടൊപ്പം തന്നെ 2007-2008 കാലഘട്ടത്തിൽ കാസർഗോഡ് പനത്തടി ഗ്രാമപഞ്ചായത്ത് മേഖലയിലും, അതോടൊപ്പം 2010 കാലഘട്ടത്തിൽ വളയം പഞ്ചായത്തും ചേമഞ്ചേരി പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലും ആൾക്കാർ വളരെയധികം വിഷമിക്കുകയും ചിക്കൻ ഗുനിയയുടെ വാങ്ങലുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോഴും അതിൻ്റെ വാങ്ങലുകൾ ഉണ്ട്. ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം തന്നെ ആൾക്കാർ ഇപ്പോഴും അതിൻ്റെ വാങ്ങലുകൾ ഉണ്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈവൻ നമ്മൾ തോർത്ത് പിഴിയാൻ പോലും അവരുടെ റിസ്റ്റിന് ജോയിൻറ്റ് പെയിൻഫുള്ളാണ്. ജോയിൻറ്റ്സ് എല്ലാം മുട്ടുവേദനയും അതോടൊപ്പം തന്നെ കൈകാല് വേദന, ജോയിൻറ്റ്സ് ഷോൾഡറിലൊക്കെ വേദനയായിട്ട് കഴിയുന്ന ആലപ്പുഴ ജില്ലയിൽ ധാരാളം പേർ കാണാറുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും, ഈ 2 ജില്ലയിലും ചിക്കൻ ഗുനിയ ബാധിച്ച സമയത്ത് തന്നെ അവിടെ ഒരു പഠനം നടത്തി അവിടെ ഉള്ള ഈ പനത്തടി ഗ്രാമപഞ്ചായത്തിലും വളയം ഗ്രാമപഞ്ചായത്തിലും, പനത്തടി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പാണത്തൂർ മേഖലയാണ്, അതായത് നമ്മുടെ കർണാടക ബോർഡർ വരുന്ന സ്ഥലമാണത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ആണ് പനത്തടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏരിയ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള രോഗപ്രതിരോധ സംവിധാനം ആൾക്കാരുടെ വളരെ വീക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത്, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് ഈ രോഗപ്രതിരോധ സംവിധാനം കുറഞ്ഞു പോയ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് ഒരു തുടർ ചികിത്സാ ക്യാമ്പുകൾ നടത്തിയിരുന്നു. ഒരു ഹോമിയോപ്പതിയുടെ തുടർ ചികിത്സ ക്യാമ്പ്, ഒരു മാസം കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യുന്ന ക്യാമ്പ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ ഉണ്ടായിരുന്നവരുടെ ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞ വൈറൽ എപ്പിഡമിക്ക് പൂർണ്ണമായും മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ എന്ന നിലയിലും, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വളയം പഞ്ചായത്ത് ഇതേ സമാനമായ രീതിയിൽ കാലാകാലങ്ങളായി 6 മാസത്തിന് മേളിലായിട്ട്, നേരത്തെ ഈ പറഞ്ഞ പനത്തടി ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ തന്നെയായിരുന്നു, 6 മാസത്തിന് മേളിലായിട്ട് ആൾക്കാർ വേദന കൊണ്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ വളയം പഞ്ചായത്തിൽ അതിന് സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര മേഖലകൾക്ക് ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് അത്ര ഗുണകരമായിരുന്നില്ല. വിവിധ ചികിത്സാ രീതികൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആയുർവേദമായാലും ഹോമിയോപ്പതി ആണെങ്കിലും അതോടൊപ്പം തന്നെ അലോപ്പതി ആണെങ്കിലും മെഡിക്കൽ ക്യാമ്പുകളും പലതും അവർ നടത്തി നോക്കിയിരുന്നു. അവർക്ക് അതിന് ഒരു വേണ്ടത്ര ഗുണം അവിടെ ലഭിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ, ഈ 2 മേഖലയിലും, കാസർഗോഡ് ജില്ലയിൽ പനത്തടി ഗ്രാമപഞ്ചായത്തിൻ്റെ മേഖലയിലും ഈ പറഞ്ഞ വളയം ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ല ആ മേഖലയിലും ഈ ഫോളോ അപ്പ് മെഡിക്കൽ ക്യാമ്പ്, ഹോമിയോപ്പതിയുടെ ഫോളോ അപ്പ് ക്യാമ്പ് നടത്തിയതിന് ശേഷം പൂർണ്ണമായിട്ടും അവരുടെ രോഗപ്രതിരോധ സംവിധാനം ഇമ്പ്രൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ രോഗം കൊണ്ടുള്ള ആ ഒരു രോഗാവസ്ഥ, ചിക്കൻ ഗുനിയയുടെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാം വിട്ടുമാറുകയും അവർ അതിൽ നിന്ന് സ്വതന്ത്രരാകുകയും ചെയ്ത റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അവിടെ ആ മേഖലയിലൊക്കെ ഹോമിയോപ്പതി മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്താണ് ആ ക്യാമ്പിലൂടെ ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടിയിരുന്നത്. ഈ പറയുന്ന 2010 കാലഘട്ടത്തിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലപ്പുഴ വിങ്ങുണ്ട്. അവരുടെ നമ്മൾ ഈ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് ഏതാനും ചില സാമ്പിൾസുകൾ, കഠിനമായ രോഗം ചിക്കൻ ഗുനിയ ഉണ്ടായിരുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ 25 പേരെ സാമ്പിൾസുകൾ നമ്മൾ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുത്തു. അത് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. മെഡിസിൻ അവർ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം അവർക്ക് നമ്മൾ മെഡിസിൻ കൊടുത്തിരുന്നു. 15 ഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രോട്ടോക്കോൾ ഡിസൈൻ ചെയ്തിരുന്നു, പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ആസ് പെർ ദാറ്റ് പ്രോട്ടോക്കോൾ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് അവരെ തിരിച്ചു വിളിപ്പിക്കുന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ആസ് പെർ പ്രോട്ടോക്കോൾ നമ്മൾ 1 മാസം കൊണ്ട് ഫോളോ അപ്പ് ക്യാമ്പ് ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ 3 പ്രാവശ്യം, ദ ബിഗിനിങ്, പിന്നെ 15 ദിവസത്തിന് ശേഷം, പിന്നെ വീണ്ടും 15 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ 30ാമത്തെ ദിവസം അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അന്നല്ല ഇവരെല്ലാം വരണമായിരുന്നു. അങ്ങനെ ബിഫോർ മെഡിക്കേഷൻസ് നമ്മൾ അയച്ചു കൊടുത്ത സാമ്പിൾസ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു കൊടുത്ത ചിക്കൻ ഗുനിയ പോസിറ്റീവ് ആയിരുന്നു. ഔട്ട് ഓഫ് 25 സാമ്പിൾസ് 23 പേർ പോസിറ്റീവ്. അന്ന് ഡോക്ടർ സുദീപ് ബാലൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു, C-ലെവൽ സയൻറ്റിസ്റ്റ് ആയിരുന്നിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം പോസിറ്റീവായിരുന്നു. ദെയർ ആഫ്റ്റർ 15 ഡേയ്സ് കഴിഞ്ഞ് 15 ഡേയ്സ്
ഇവർ വീണ്ടും തിരിച്ചു വരികയും വീണ്ടും ഈ ആദ്യ സാമ്പിൾ എടുത്തവരെ വീണ്ടും സാമ്പിൾ എടുക്കുകയും ഏകദേശം 15 സാമ്പിൾസുകൾ നമ്മൾ വീണ്ടും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു കൊടുക്കുകയും അതിൽ 13 സാമ്പിൾസുകൾ നേരത്തെ എടുത്തിരുന്ന പോസിറ്റീവായിരുന്ന ആൾക്കാരായിരുന്നു. അവരുടെ സാമ്പിൾസ് വീണ്ടും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചു കൊടുത്തു. അതെല്ലാം 15 ഡേയ്സ് മെഡിക്കേഷൻ ഹോമിയോപ്പതി മെഡിസിൻ ശേഷം നെഗറ്റീവായി മാറിയിരുന്നു. ഡോക്ടർ സുദീപ് ബാലൻ അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഹോമിയോപ്പതി മെഡിസിൻസ് വൈറൽ ഇൻഫെക്ഷന് അത് പൂർണ്ണമായും സക്സസ്ഫുള്ളാണ്. ഹോമിയോപ്പതി മെഡിസിൻസ് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ആ ഭാഗത്ത് നടന്നിരുന്നത്, ആ സമയത്ത് നടന്നിരുന്നത്. അതിൻ്റെ ഒരു ആർട്ടിക്കിൾ തന്നെ ഞാൻ അന്ന് ഈ ചിക്കൻഗുനിയ പൂർണ്ണമായും മാറ്റി കൊടുക്കുവാൻ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിരുന്ന ഡോക്ടർ എന്ന നിലയിൽ ഞാനൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ആർട്ടിക്കിൾ ഞാൻ ഒമേഗ ടെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫേസ്ബുക്കിലും ഞാനത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വളരെ ക്ലിയറായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ ഈ വൈറൽ എപ്പിഡമിക്കിന് സക്സസ്ഫുള്ളാണ്. 100% നമ്മുടെ വൈറസിനെ ഇല്ലാതാക്കാനും വൈറസ് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിജനെ ഇല്ലാതാക്കാനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്തിട്ട് ആൻറ്റിബോഡി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് തന്നെ ഹോമിയോപ്പതി മെഡിസിൻസ് മാറുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി തട്ടി ഉണർത്തി കഴിഞ്ഞാൽ ഉണരുന്ന എന്നൊരു സംവിധാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ രോഗപ്രതിരോധ സംവിധാനത്തെ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഡിഫെൻസീവ് സിസ്റ്റത്തിൽ തന്നെ കാണപ്പെടുന്നൊരു സിസ്റ്റമാണ് ലിംഫോസൈറ്റിൻ്റെ ആക്ടിവിറ്റി. ഈ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ WBC സെൽസിലെ ഒരു കൂട്ടം സെല്ലുകളാണ്. അതിൽ B സെല്ലുകളുണ്ട്, കൂടാതെ തന്നെ T സെല്ലുകളുണ്ട്. T സെല്ലുകൾ അതിൻ്റെ അതർ ആക്ടിവിറ്റിയാണ്, അതിനെ കില്ലർ കോശം എന്ന് പറയാം, സെൽസ് എന്ന് പറയും. പക്ഷേ ബി ലിംഫോസൈറ്റാണ് നമുക്ക് ആൻറ്റിബോഡി സഫീഷ്യൻ്റായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിലുള്ള അമിതമായി കടന്നുകൂടുന്ന ടോക്സിക് ലെവലിനെ, അമിതമായി കടന്നുകൂടുന്ന ആൻറ്റിജൻസിനെ ന്യൂട്രലൈസ് ചെയ്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് അവിടെ ലിംഫോസൈറ്റിൻ്റെ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. എന്നാൽ വൈറസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുക, വൈറസിനെ ഇല്ലാതാക്കുന്നത് തീർച്ചയായിട്ടും മോണോസൈറ്റിൻ്റെ ആക്ടിവിറ്റി. അവിടെ മാക്രോഫേജസ്, ഇപ്പോൾ ബാക്ടീരിയ നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ കടന്നുകൂടിയാൽ ഫാഗോസൈറ്റിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഈവൻ നമ്മൾ ആൻറ്റിബയോട്ടിക്കൽ കൊടുത്തില്ലെങ്കിലും ഫാഗോസൈറ്റിസിസ് ആക്ടിവിറ്റി കൂടുതലുള്ള ആൾക്കാരിൽ ബാക്ടീരിയ ഉടനെ നശിപ്പിച്ച് കളയാറുണ്ട്, ഇതിനെ വന്നിട്ട് വിഴുങ്ങി കളയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ മാക്രോഫേജസ് എന്ന് പറയുന്നത് മോണോസൈറ്റ്സ് എല്ലാം വന്നിട്ട് ഈ വൈറസിനെ തന്നെ വിഴുങ്ങിക്കളഞ്ഞിട്ട് അതിനെ ഇല്ലാതാക്കുന്ന ശിഥിലമാക്കുന്ന സിസ്റ്റമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനായിട്ട് ഹോമിയോപ്പതി മെഡിസിൻസ് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെയാണ് ആ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 15 ദിവസത്തെ ഹോമിയോപ്പതി മെഡിസിൻസിന് മുൻപ് പോസിറ്റീവായിരുന്ന വൈറസ് പിന്നീട് അതേ വ്യക്തികളിൽ 15 ദിവസത്തെ ഹോമിയോപ്പതി മെഡിസിന് ശേഷം നെഗറ്റീവായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചുറ്റും വാക്സിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും വാക്സിനെക്കുറിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങളും വാക്സിൻ എടുത്തത് അബദ്ധമായോ എന്നുള്ള ചില ചിന്താക്കുഴപ്പങ്ങളെ മാറ്റി തരാനോ അല്ലെങ്കിൽ അത് ഒന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്, അത് അത്ര മോശമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് വാക്സിൻ കാലാകാലങ്ങളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിരുന്ന സിസ്റ്റമാണ്. അതായത് ഒരു സമൂഹത്തെയോ ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള ആൾക്കാർ ഒരു അപകടത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നും എങ്ങനെ കരകയറ്റാം, അവരുടെ ജീവൻ രക്ഷിക്കാൻ എങ്ങനെ നിലനിർത്താൻ പറ്റും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് പോലും. അപ്പോൾ അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പോളിയോ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പാൻഡമിക്കായിട്ട്. പോളിയോ പാൻഡമിക്, റൂബല്ല പാൻഡമിക്, പോളിയോ പാൻഡമിക്, പിന്നെ മംസ് പാൻഡമിക്, അങ്ങനെ നിരവധി പാൻഡമിക്കുകൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സാസ് COVID-19 കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒത്തിരി പേരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. ഇന്നും പലരും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോളിയോ വാക്സിനും റുബല്ല വാക്സിനും മുണ്ടുനീരിന് കാരണമായ മംസിൻ്റെ വാക്സിൻസും
ഈവൻ മീസിൽസിൻ്റെ വാക്സിനൊക്കെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കോവിഡിൻ്റെ വാക്സിൻസ് നമ്മൾ ഒട്ടുമിക്കവരും ഉപയോഗിച്ചിട്ടുണ്ട്. വാക്സിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാണിക്കുന്നതായിട്ട് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ എ, ബി, സി, ഡി എന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രമാണ് ലോകമെമ്പാടുള്ളത്. അത് റീസെൻ്റായിട്ട് 2020 2021 എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMRന് ഞാനതൊരു പ്രൊപ്പോസൽ കൊടുത്ത സമയത്ത് ഈ വൈറൽ പാൻഡമിക് ആയിട്ടുള്ള COVID-19 ഇതിലൊരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോസൽ കൊടുത്ത കൂട്ടത്തിൽ അതിനകത്ത് പറയുന്നുണ്ട് A, B, C, D എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് വാക്സിൻസ് എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വാക്സിൻ കൊടുത്താലും വാക്സിൻ കൊടുത്തില്ലെങ്കിലും ഏത് വൈറസ് വന്നാലും ഏത് ടോക്സിക് വന്നാലും സഫീഷ്യൻ്റായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനുള്ള സംവിധാനവും ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെ എ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള സമൂഹത്തിന് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വാക്സിൻ എടുത്താൽ എടുത്തില്ലെങ്കിലും ഒരു ദോഷം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വാക്സിൻ എടുത്താൽ അല്ലെങ്കിൽ വൈറസ് കയറിയാൽ അല്ലെങ്കിൽ മറ്റൊരു ടോക്സിക് എൻവയോൺമെൻറ്റ് ടോക്സിക്കോ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് എയർ പൊല്യൂഷനിലുണ്ട ടോക്സിക്കോ അല്ലെങ്കിൽ ഫുഡ് പോയിസണിലുണ്ടാകുന്ന ടോക്സിക്കോ ഏത് തന്നെ കിടന്നാലും നിമിഷ നേരം കൊണ്ട് അവർക്ക് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കേണ്ട കഴിവുള്ളവരാണ് എ എന്ന് പറയുന്ന ഗ്രൂപ്പ്. എന്നാൽ ബിയും സിയുടെ അവസ്ഥ അതല്ല. ബിയും സി എന്ന് പറഞ്ഞാൽ അവർക്ക് ആൻറ്റിബോഡി ഉണ്ടാവാൻ ഉള്ള കഴിവുണ്ടെങ്കിലും അവരൊന്നും തട്ടി ഉണർത്തി വിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവരെ തട്ടി ഉണർത്തിയാൽ മാത്രമേ എഴുന്നേൽക്കത്തുള്ളൂ എന്ന ചില ആൾക്കാരുണ്ടല്ലോ. എന്ന കാറ്റഗറിയിലാണ് ബിയും സി എന്ന് പറയുന്ന ടൈപ്പിലുള്ള ആൾക്കാർ, ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അത് ലോകമെമ്പാട് അങ്ങനെയുള്ളവരുണ്ട്. അത് ഒരു 0 to 95% ഓഫ് ദ വേൾഡ് അങ്ങനെയുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു 0 വേണ്ട, ഒരു 5 to 5 വേണ്ട, ഒരു 20 to 95% ഓഫ് ദ ആൾക്കാർ ബിയും സി എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ 0 to 20% എ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ബിയും സിയിലുള്ള ആൾക്കാർ ഇങ്ങനെ തട്ടി ഉണർത്തിയാൽ മാത്രമേ അവർക്ക് ആൻറ്റിബോഡി ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇൻ്റർലോക്കിൻസ് ഇൻഹിബിറ്റേഴ്സോ അല്ലെങ്കിൽ സൈറ്റോകൈൻ ഇൻഹിബിറ്റേഴ്സോ എന്ന ഡ്രഗുകൾ, അങ്ങനെയുള്ള ഡ്രഗ്സുകൾ അവൈലബിൾ ആണ്. ആ ഡ്രഗ്സുകൾ അലോപ്പതി സിസ്റ്റത്തിലാണ് ഉള്ളത്. ഏതെങ്കിലും കാരണവശാൽ കഴിക്കേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആൻറ്റിബോഡി ഉണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സൈറ്റോകൈനും ഇൻ്റർലൂക്കിൻസ് എന്ന് പറയുന്ന പല കാറ്റഗറിയിലുള്ള പല വേരിയൻ്റ് ആയിട്ടുള്ള ഇൻ്റർലൂക്കിൻസുകളുണ്ട്. ഇതൊക്കെ സിഗ്നലിംഗ് എൻസൈംസ് ആണ്, ശരീരത്തിൽ ഉണ്ടാകുന്ന എൻസൈംസ് ആണ്. അതിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിഗ്നലിംഗ് എൻസൈംസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോസ്റ്റ് സെല്ലിൽ നിന്നും ഊറി വരുന്ന ബ്ലഡിലേക്ക് ലയിച്ചിട്ട് അത് നമ്മുടെ ആൻറ്റിബോഡി ഉണ്ടാകുന്ന ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലുകളാണ്. ആ ബി സെല്ലുകളാണ്. ലിംഫോസൈറ്റ് ബി സെല്ലിലേക്ക് ഈ സിഗ്നൽ എൻസൈം വന്ന് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ലിംഫോസൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഒരു ലിംഫോസൈറ്റ് ഒരു ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൽ ആൻറ്റിബോഡി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിനൊരു ട്രിഗറിങ് ഫാക്ടർ വേണം. അപ്പോൾ അത് ട്രിഗറിങ് ഫാക്ടർ വരുന്നത് ഈ പറയുന്ന സിഗ്നലിംഗ് എൻസൈംസ് ഹോസ്റ്റ് സെൽ. ഈ ഹോസ്റ്റ് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വൈറസോ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് വാക്സിൻസ് വന്നാൽ ആ സെല്ലിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ സെല്ല് ഒരു തരത്തിലുള്ള സിഗ്നലിംഗ് എൻസൈം അലാം ചെയ്യും. എനിക്ക് പ്രോബ്ലമാണ്, എന്നെ എന്തോ കയറി ബാധിച്ചിട്ടുണ്ട്, ഐ ആം ഇൻ ഡേഞ്ചർ എന്ന ഒരു സിഗ്നലിംഗ് എൻസൈം സിഗ്നൽസ് ഈ ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എൻസൈംസ് ആണ് ഈ സൈറ്റോകൈനും അല്ല ഇൻ്റർലൂക്കിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെ തന്നെ ബ്ലോക്ക് ചെയ്യുക, അതായത് അതിൻ്റെ റിസപ്റ്ററിൽ ബി ലിംഫോസൈറ്റിൻ്റെ റിസപ്റ്ററിൽ തന്നെ അത് എത്താതെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആൻറ്റിബോഡി ഉണ്ടാകാൻ പ്രയാസമാണ്. അപ്പോൾ അതിനെ ഒന്ന് ട്രിഗർ ചെയ്യാനും ഈ അലോപ്പതി ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ സിഗ്നൽസ് കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കാനുള്ള ഹോമിയോപ്പതി മെഡിസിൻസ് കഴിയും. അപ്പോൾ ആ രീതിയിൽ അല്ലെങ്കിൽ വാക്സിൻസിന് കഴിയും ഒരു പരിധി വരെ.
വാക്സിൻസ് വന്നിട്ട് അത് ഒരു പരിധിവരെ അതിനെ ആക്റ്റീവാക്കും, അതിനെ തട്ടി ഉണർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കൂടുതലുണ്ടാകുകയും ഈ ബിയും സിയും പറയുന്ന ആൾക്കാരിൽ അങ്ങനെയാണ് വാക്സിൻസ് ഗുണകരമാകുന്നത്. അവർക്ക് അത് കൂടിയേ തീരൂ, വാക്സിൻസ് കൂടിയേ തീരത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മരണം വരെ സംഭവിക്കാം. കാരണം അവിടെ ഹീമാഗ്ലൂട്ടിൻ എന്ന് പറയുന്ന പദാർത്ഥം നമ്മുടെ വൈറസ്, എസ്പെഷ്യലി COVID-19 പാൻഡമിക്കിന് കാരണക്കാരനായ ആ കൊറോണ വൈറസിൻ്റെ എൻവലപ്പിൽ തന്നെ ഹീമാഗ്ലൂട്ടിൻ എന്ന് പറഞ്ഞ അപകടകാരിയായിട്ടുള്ള ഹാർഡ് പ്രോട്ടീൻ ഉണ്ട്. അത് ബ്ലഡിൽ വന്ന ഉടനെ ബ്ലഡ് കട്ട പിടിക്കുന്ന സാധനമാണ്. പാമ്പിൻ്റെ വിഷം ബ്ലഡ് കട്ട പിടിക്കുന്ന നമ്മൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആൻറ്റിജൻസ് ശരീരത്തിൽ വന്ന ബ്ലഡ് കട്ട പിടിക്കുകയും അതുപോലെ ഹാർട്ട് ഡിസീസുകൾ, ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാനോ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ന് ഇതിൽ കുഴഞ്ഞു വീഴുന്നത് കാരണം പൾമണറി എംബോൾസൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബോഡി ഉണ്ടായേ പറ്റത്തുള്ളൂ. അത് ആൻറ്റിബോഡി മാത്രമല്ല, മോണോസൈറ്റ്സിൻ്റെ ആക്ടിവിറ്റി കൂട്ടി മാക്രോഫേജസിൻ്റെ അവിടെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമേ വൈറസിനെ കൂടെ ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി ഉണർത്തണം ആവശ്യമുണ്ട്. അതിനാണ് വാക്സിൻസ് വളരെയധികം ഗുണം ചെയ്യുന്നത്. അപ്പോൾ വാക്സിൻസ് ഈ പറയുന്ന 20 to 95% അല്ലെങ്കിൽ 0 to 95% സക്സസ്ഫുള്ളാണ്. വാക്സിൻ കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്താൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഹെൽത്ത് അസോസിയേഷൻസുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സർക്കാർ നിരന്തരമായിട്ട് വാക്സിൻ്റെ ഉപയോഗം കൂട്ടുന്നതും വാക്സിൻ വഴി ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ അതിന് തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ചില വ്യക്തികളുണ്ട് ആൻറ്റി വാക്സിൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കുണ്ട്. അവർക്ക് ശരിക്കും ഇതിൻ്റെ ഫംഗ്ഷൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ അവരിങ്ങനെ ചിന്തിക്കാൻ തന്നെ വേറൊരു കാരണമുണ്ട്. ബിയും സി എന്ന് പറയുന്ന കാറ്റഗറി കഴിഞ്ഞ് പിന്നെ ഡി എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ലോകമെമ്പാടും ഉള്ളത്. അപ്പോൾ ഡി എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ എത്ര വാക്സിൻ കൊടുത്താലും ഏത് ടൈപ്പ് ഓഫ് വൈറസ് വന്നാലും അവർക്ക് ആൻറ്റിബോഡി തീരെ ഉണ്ടാകത്തില്ല. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം തന്നെ എന്ന് വെച്ചാൽ അവരിൽ ആൻറ്റിബോഡി ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന പദാർത്ഥം തന്നെ വളരെ കുറവാണ്. കാരണം പ്രോട്ടീൻ ഇല്ലെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടാകാൻ പറ്റത്തില്ല. എത്ര പ്രാവശ്യം ട്രിഗർ ചെയ്താൽ തന്നെ ലിംഫോസൈറ്റിൻ്റെ ആക്ടിവിറ്റി റിസപ്റ്ററിൽ വന്നിട്ട് ഈ സിഗ്നലിംഗ് എൻസൈംസ് വന്ന് അറ്റാച്ച് ചെയ്താൽ പോലും ആൻറ്റിബോഡി ഉണ്ടാകാൻ ഒരു ഫാക്ടറി പോലെയാണ്. ഇപ്പോൾ ഫാക്ടറിയിൽ റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ബി ലിംഫോസൈറ്റിൽ ആൻറ്റിബോഡി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആൻറ്റിബോഡി എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അത് പ്രോട്ടീനാൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രോട്ടീനാൽ നിർമ്മിച്ചിരിക്കുന്ന ആൻറ്റിബോഡി കറക്റ്റായിട്ട് അവിടെ നിർമ്മിക്കണമെങ്കിൽ പ്രോട്ടീൻ തന്നെ വേണം. അപ്പോൾ പ്രോട്ടീൻ തീരെ ഇല്ലാത്ത ഒരു വ്യക്തികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും എത്ര വാക്സിൻ കൊടുത്താലും ഏത് ടൈപ്പ് വൈറസ് വന്നാലും അവിടെ ആൻറ്റിബോഡി ഉണ്ടാവില്ല. മോറോവർ ഈ ഒരു 2 വൈ ചെയിനുകളുടെ ഒരു കൺസ്ട്രക്ഷനാണ് ആൻറ്റിബോഡിയുടെ. ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറുകൾ എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 വൈ ചെയിനുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൾഫർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റാണ്. അപ്പോൾ വേളിൽ സൾഫർ നമുക്ക് കൂടുതലും കിട്ടുന്നത് ആഹാരത്തിലൂടെ റെയർ ആണെങ്കിലും വെള്ളത്തിലൂടെയാണ് നമുക്ക് കൂടുതലും സൾഫർ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ സൾഫറിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിയിലും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ പോലും ആൻറ്റിബോഡി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ തീരെ ആൻറ്റിബോഡി ഉണ്ടാകാത്ത ആൾക്കാർക്ക് ഈ വാക്സിൻ മുഖാന്തരം പിന്നീട് ഇപ്പോൾ ഏത് ടൈപ്പ് വാക്സിനാണെങ്കിലും ശരി, ഇപ്പോൾ RNA വൈറസ് കൊണ്ടുണ്ടാക്കിയ വാക്സിൻ ആണെങ്കിൽ വൈറസിൻ്റെ RNA എടുത്തിട്ടാണെങ്കിലോ DNA എടുത്തിട്ടാണെങ്കിലോ അതിൻ്റെ ഹൈ പ്രോട്ടീൻ അതിൻ്റെ പ്രോട്ടീൻ സ്പൈക്ക് പ്രോട്ടീൻ എടുത്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും വൈറോൺസ് എടുത്തിട്ടാണെങ്കിലും സ്വാഭാവികമായിട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്തെങ്കിൽ അത് പിന്നീട് അവിടെ കിടന്ന് ഒന്നെങ്കിൽ അത് വൈറസായിട്ട് പരിണമിക്കുകയോ റിപ്ലിക്കേഷൻ വന്നാലോ, ഇനി അതുമല്ല വാക്സിൻ തന്നെ കാരണമാകണമെന്നില്ല, പുതിയൊരു വൈറസിൻ്റെ വേരിയൻറ്റ് വന്നാൽ പോലും ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന വൈറസ് അവിടെ കിടന്ന് അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് അത് പുറത്തേക്ക് വരുന്നത് വേറൊരു സീക്വൻസിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ വൈറസ് വന്ന് വേറൊരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് വാക്സിനേക്കാളും മോശമായിട്ട് വരും. പിന്നെ വാക്സിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? ഓക്കെ, അപ്പോൾ വൈറസോ വാക്സിനോ അല്ല ഇവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഒരു ആരോഗ്യ സംവിധാനം രോഗപ്രതിരോധ സംവിധാനം വളരെ വീക്കായത് കൊണ്ടാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പറയുന്ന എപ്പിഡമിക്കെല്ലാം ഉന്മൂലനം ചെയ്തൊരു ഡോക്ടർ എന്ന നിലയിൽ, അതായത് പനത്തടി ഗ്രാമപഞ്ചായത്തിലും വളയം ഗ്രാമപഞ്ചായത്തിലും 2 ജില്ലയിൽ ചിക്കൻഗുനിയ എന്ന പറയപ്പെടുന്ന രോഗം വളരെയധികം വ്യാപിച്ചിരുന്ന സമയത്ത് അത് പൂർണ്ണമായും ആ മേഖലയിൽ നിന്നും തുടച്ചു മാറ്റിയൊരു ഡോക്ടർ എന്ന നിലയിൽ അത് 3 ദിവസം കൊണ്ടൊക്കെയാണ് ആൾക്കാരുടെ അസുഖം മാറിപ്പോയിരിക്കുന്നത്. അവർ ജോലിക്ക് തിരിച്ച് പോകുകയും പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു,
ഫാർമേഴ്സ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്സ്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം ജോലിക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ കൈവേദനയും പെടൽ വേദനയും ബാക്ക് പെയിനും ഷോൾഡർ പെയിനും മുട്ടുവേദനയായിട്ടൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഈ ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചതിന് ശേഷം അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ച് അവർക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നു. ഏകദേശം 1 മാസം കൊണ്ട് അവിടുത്തെ ആ എപ്പിഡമിക് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു ഡോക്ടർ എന്ന നിലയിൽ, അങ്ങനത്തെ ആ മേഖലയിൽ പൂർണ്ണമായി മാറ്റിയ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയും, രോഗപ്രതിരോധ സംവിധാനം കുറഞ്ഞു പോയതാണ് പേടിക്കേണ്ടത്. രോഗപ്രതിരോധ സംവിധാനം ലോകമെമ്പാടും ഇന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതാണ്, അവരുടെ ഫുഡൊന്നും പ്രോപ്പറല്ല. നിങ്ങൾ കഴിക്കുന്ന ആഹാരം തെറ്റായ ആഹാര രീതിയാണെങ്കിൽ അത് മാറ്റിയെടുക്കുക. അതായത് വയറ് നിറയ്ക്കാനോ അല്ലെങ്കിൽ വിശപ്പ് കെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വലിച്ചു വാരി കഴിക്കുക എന്നുള്ള സിസ്റ്റം അത് തെറ്റാണ്. അതിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ല വാക്സിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ല, അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്സിനെ കുറിച്ച് ശാസ്ത്രീയമായ കാര്യങ്ങൾ, വാക്സിൻ്റെ ഫംഗ്ഷനോ പാത്തോ സയൻസോ അറിയാത്ത ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത്. ചില ആക്ടിവിറ്റിസ്റ്റുകളുണ്ട്, ആൻറ്റി വാക്സിൻ ആക്ടിവിറ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വേൾഡിൽ എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. അത് തെറ്റായ ചില സൂചനകളാണ്, തെറ്റായ ചില മാർഗ്ഗനിർദ്ദേശങ്ങളാണ് സമൂഹത്തിന് നൽകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അവരത് പിൻവലിക്കണം, അവരുടെ ആക്ടിവിറ്റിയൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആക്ടിവിറ്റിസ്റ്റുകൾ പറയാറുണ്ട് വൈറ്റമിൻ കഴിച്ചാൽ മതി, വാക്സിന് പകരം വൈറ്റമിൻ കഴിച്ചാൽ മതിയെന്നു. അത് തികച്ചും ശുദ്ധ മണ്ടത്തരമാണ്. വാക്സിൻസിന് പകരം ഒരിക്കലും വൈറ്റമിൻസ് ആവില്ല, ആൻറ്റിബോഡി തന്നെ ഉണ്ടാവണം. വൈറ്റമിൻസ് ഒരിക്കലും ആൻറ്റിബോഡിയുടെ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല. വളരെ റെയറായിട്ടുള്ള കേസുകളാണിത്. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അലർട്ടാവണം. ഇമ്മ്യൂൺ സിസ്റ്റം അതിന് സഫീഷ്യൻ്റായിട്ട് ആൻറ്റിബോഡി ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകാനുള്ള പ്രിപ്പറേഷനിലായിരിക്കണം. അവർക്ക് അതിനുള്ള കഴിവുണ്ടാകണം. ആ ഫാക്ടറി മുഴുവൻ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്രോട്ടീനും ഈ പറയുന്ന സൾഫർ എന്ന എലമെൻസിൻ്റെ അഫിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയും സഫീഷ്യൻ്റായിട്ട് ഉണ്ടാകുകയും അതിൻ്റെ പ്രസൻസ് ഉണ്ടാകുകയും വേണം. അത് നമുക്ക് കുടിക്കുന്ന ശുദ്ധമായ വെള്ളത്തിൽ നിന്നും ശുദ്ധമായ ആഹാരത്തിൽ നിന്ന്. എന്തൊക്കെയാണ് ശുദ്ധമായ ആഹാരം? സത്യത്തിൽ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ നിർദ്ദേശം. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം എന്നറിയില്ല, എന്തെങ്കിലും വയറ് മറിച്ച് കഴിക്കുന്നതിലല്ല കാരണം. പണ്ടുള്ള കാലഘട്ടത്തിലൊന്ന് ഓർക്കണം, കഞ്ഞി കുടിച്ചിരുന്ന വളരെ തുച്ഛമായ കഞ്ഞിയും കൂടുതൽ കഞ്ഞിവെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കഞ്ഞിവെള്ളം കുടിക്കാൻ പ്രയാസം. കാരണം വിഷമടിച്ച പാടത്ത്, കാലങ്ങളായിട്ട് വിഷമടിച്ച പാടത്ത് കൊണ്ടുവന്ന് വീണ്ടും വിതച്ച് അവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ലിലും അതിൻ്റെ അരിയിലും അതിൻ്റെ കഞ്ഞിവെള്ളത്തിലും തന്നെ ദോഷകരമായിട്ടുള്ള വസ്തുക്കളുള്ളത് കൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കുടിക്കാൻ മിക്കവർക്കും പേടിയാണ്. പക്ഷേ ശുദ്ധമായ അരി കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്ന രീതി ഉണ്ടാകാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം വൈറ്റമിൻസോ മറ്റുള്ള എലമെൻസൊക്കെ കിട്ടുമെന്ന് വരാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. കഞ്ഞി കുടിച്ചിരുന്ന വളരെ തുച്ഛമായ കഞ്ഞിയാണ്. ഇന്ന് ഒരാൾ 2 പ്ലേറ്റ് ചോറുണ്ടെന്ന കാലമാണ്. അരി ആഹാരം കഴിക്കുന്നതാണ്. ഉച്ചയ്ക്ക് രാവിലെ അരി ആഹാരം, ഉച്ചയ്ക്ക് അരി ആഹാരം, വൈകിട്ട് അരി ആഹാരം, രാത്രി അരി ആഹാരം. എന്നാൽ ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്നില്ല. ഈ ലോകമെമ്പാടുള്ള സ്ഥലങ്ങളിൽ അരി മാത്രമല്ല കഴിക്കുന്നത്, ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുക. അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം. നമ്മുടെ പഴയ കാലഘട്ടത്തിൽ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വൈഡ് നമുക്ക് ഗോതമ്പിൻ്റെ പുട്ട്, അത് സ്റ്റീം കേക്കായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തി, ഗോതമ്പിൻ്റെ റൊട്ടി എന്നൊക്കെ പറഞ്ഞ റൊട്ടി, ഗോതമ്പ് കൊണ്ട് എന്താ പറയുക ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു തരത്തിലുള്ള ആഹാരം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെ കഞ്ഞി, ഗോതമ്പിൻ്റെ പായസം, ഗോതമ്പിൻ്റെ ഇലയട, ശർക്കരയൊക്കെ ഇട്ടിട്ട് ഗോതമ്പിൻ്റെ കൊഴുക്കട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഡയബറ്റിക് മെൽറ്റിസോ അല്ലെങ്കിൽ ക്യാൻസറുകളോ അല്ലെങ്കിൽ പെപ്റ്റിക് അൾസറോ അല്ലെങ്കിൽ കുടലിൽ ചുരുങ്ങിപ്പോകുന്ന അൾസർ വ്രണമായി മാറി കുടലിൽ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ ഇൻഡസ്ട്രീനൊക്കെ ചുരുങ്ങിപ്പോകുന്ന കാലഘട്ടം ഇന്നും കാണാറുണ്ട്. പല റിപ്പോർട്ടുകളും ഞാൻ മനസ്സിലാക്കി കേട്ടു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രോഗപ്രതിരോധ സംവിധാനം തീരെ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ സമയകാലങ്ങളിൽ ആഹാരം കഴിക്കാതിരിക്കുക, സമയത്ത് ആഹാരം കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അൾസറുകൾ ഫോം ചെയ്യുക, പിന്നെ അത് മുഴുവൻ വ്രണമായി മാറുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാൻസർ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇവ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ പിന്നെ യൂട്രസ് ക്യാൻസറുകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡുകൾ, ഓവറി സിസ്റ്റുകൾ, ബ്രസ്റ്റിൽ സിസ്റ്റുകൾ ഉണ്ടാകുക, ബ്രെയിനിൽ സിസ്റ്റ് ഉണ്ടാകുക, ബ്രെയിനിൽ മുഴയുള്ള ട്യൂമേഴ്സ് ഫോം ചെയ്യുക. ഇതൊക്കെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ സംവിധാനം വളരെ വീക്കായി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അവിടെ ഇവിടെയൊക്കെ മുഴകളുണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ വിഷാംശം കടന്നു കുടിക്കുന്ന ആ വിഷാംശത്തെ ഏതെങ്കിലും സ്ഥലത്ത് ഒരുക്കിക്കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്, സിസ്റ്റിൻ്റെ ഫോമിലോ ഫൈബ്രോയിഡിൻ്റെ ഫോമിലോ. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് മൊത്തത്തിൽ ബ്ലഡ് അറസ്റ്റ് ഉണ്ടാകും, കുഴഞ്ഞു വീണ് മരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസോ കാർഡിയക് അറസ്റ്റോ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബ്ലോക്ക് വന്നിട്ട് ശരിക്കും പിന്നെ ഹാർട്ട് ഡിസീസുകൾ ഉണ്ടാകാനോ ഹാർട്ട് മസിൽസ് ഡാമേജ് ആകാനോ
ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങളും, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാനോ, ബ്രെയിനിൽ ബ്ലഡ് കട്ട പിടിച്ച് മൈഗ്രെയിൻ പോലുള്ള കാര്യങ്ങൾ എന്താണ്? ഈ മൈഗ്രെയിൻ പോലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് കാപ്പിലറികളുണ്ട്, രക്തക്കുഴലുണ്ട്, അതിലേക്ക് ബ്ലഡ് വന്ന് കട്ട പിടിച്ചിരുന്നിട്ട് അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല, അവിടെ നീര് വെച്ചിട്ട് മൈഗ്രെയിൻ എന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ആഹാര സമയത്ത് കൊടുക്കില്ല. ഇനി പ്രോട്ടീനുള്ള, ഞാൻ അതാ പറഞ്ഞത്, പഴയ കാലത്ത് ഈ പറയുന്ന കാച്ചിൽ, ചേമ്പ്, ചേന, കൂർക്ക, ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കഴിച്ചിരുന്ന ആൾക്കാരാണ്. പച്ചവെള്ളം പോലും കുടിച്ച്, ശുദ്ധമായ പച്ചവെള്ളം, തോട്ടിൽ നിന്ന് കുളത്തിൽ നിന്നൊക്കെ വാരി, അന്നൊന്നും ബാക്ടീരിയ ഉണ്ടോ മൈക്രോസ്കോപ്പ് വെച്ചൊന്നും ആരും ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടൊന്നല്ല ആൾക്കാർ വെള്ളം കുടിച്ചിരുന്നത്. ഇന്ന് ഞാൻ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഞാൻ കണ്ടിരുന്ന കാര്യമാണ്. ഒരു പട്ടാളക്കാരൻ കമന്ന് കിടന്ന് റോഡരികിൽ ഇവിടുന്ന് ഒരു കുഴിയിൽ നിന്ന് വെള്ളം കമന്ന് കിടന്ന് നമ്മളെ വാ കൊണ്ട് കുടിക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അന്നൊന്നും ബാക്ടീരിയ നോക്കാറില്ലേ? അപ്പോൾ ബാക്ടീരിയയോ വൈറസിനോ എല്ലാം നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം കുറഞ്ഞു പോയ സാഹചര്യത്തെയാണ് പേടിക്കേണ്ടത്. അപ്പോൾ അതിന് കുറഞ്ഞു പോയ സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിന് അവിടെ വേണ്ടത് ശരിക്കും ഫുഡ് തെറാപ്പി, വാട്ടർ തെറാപ്പി, ഇപ്പോൾ ഹോമിയോപ്പതി തെറാപ്പിയാണ് അവിടെ വേണ്ടത്. ഇപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻസ് ലോകത്തിൽ ഏത് കുഞ്ഞുങ്ങൾക്കായാലും ശരി, അഡൾട്ടിനായാലും ശരി, വളരെ വേഗത്തിൽ ആക്ടിവിറ്റി ഉള്ള മെഡിസിൻസാണ് ഹോമിയോപ്പതി മെഡിസിൻസ്. അപ്പോൾ അത് ഹാംലെസ് ആണ്, ഒരു ദോഷമാർക്കും അത് കഴിച്ചുകൊണ്ട് ഉണ്ടാവുന്നില്ല, അമിതമായി കഴിച്ചു പോയാലും ഉണ്ടാവുന്നില്ല. പക്ഷേ അത് പ്രോപ്പറായിട്ട് കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് പറഞ്ഞതുപോലെ അത് കൃത്യമായിട്ട് അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്യും. എല്ലാ ശരീരത്തിലെ ഭാഗങ്ങളും അത് കൃത്യമായിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക്കായിട്ട് അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രൂവ് ചെയ്താണ്. ഞാൻ എൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അത് വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഐ ആം നോട്ട് എഗനിസ്റ്റ് എനി വാക്സിൻസ്, ഐ ആം നോട്ട് എഗനിസ്റ്റ് എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ലൈക്ക് എഗനിസ്റ്റ് വാക്സിൻ. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വാക്സിൻസ് നമുക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. അതിനെ ആരും പഴിക്കാതിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുക്കൽ വരിക. അതോടൊപ്പം തന്നെ നല്ല ഹോമിയോപ്പതി മെഡിസിൻ എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുക്കൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അതിന് പനിയുള്ളതാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നമുക്ക് മരുന്ന് കൊടുത്ത് നോക്കിയിട്ടോ കഴിഞ്ഞിട്ട് വാന്ന് പറയുന്നതല്ല ഞാൻ ചെയ്യുന്ന സിസ്റ്റം. ഇൻസ്റ്റൻറ്റ് റെമഡിയാണ്. ഇൻസ്റ്റൻറ്റ് റെമഡി എന്ന് വെച്ചാൽ ഹോമിയോപ്പതി അത്രയും മെഡിസിൻസ് ഉണ്ട്, അത്രയും പെർഫെക്റ്റായിട്ട് ആക്ടിവിറ്റി ഉള്ള മെഡിസിൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടെത്തി നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ബാക്ടീരിയലാണോ വൈറലാണോ എന്ന് നോക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ മെഡിസിൻസ് കൊടുക്കും. മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും പനി ഒരു ഏതാനും മിനിറ്റിനുള്ളിൽ 1-2 മിനിറ്റിനുള്ളിൽ പനി അവിടെ കുറയുന്നതായിട്ട് ടെമ്പറേച്ചർ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ പനി കുറയും. ആ പനി കൊണ്ടുള്ള എല്ലാ ഡിസ്കംഫർട്ടും കുറയും. ഈ പനി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലമേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ഉള്ള പാത്തോജൻസിനെ, ഹാർംഫുൾ ആയിട്ടുള്ള പാത്തോജൻസിനെ അവിടെ ഉന്മൂലനം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ മെക്കാനിസം ഹാപ്പനിങ് ഓവർ ദർ. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ സംവിധാനം, ഇപ്പോൾ പനി മാത്രമല്ല, മുട്ടുവേദന, കാലുവേദന, ഷോൾഡർ പെയിൻ, ജോയിൻറ്റ് പെയിൻ ഒക്കെ നിമിഷ നേരം കൊണ്ട് കുറയുന്ന സംവിധാനം ഹോമിയോപ്പതി മെഡിസിൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന സംവിധാനമാണ്. എൻ്റെ ഇടയ്ക്ക് ഒരു അലോപ്പതി ഡോക്ടർ കഴിഞ്ഞ ഇടയിൽ ചോദിച്ചിരുന്നു, ഡോക്ടർ, വി ആർ നോട്ട് എഗനിസ്റ്റ് ഹോമിയോപ്പതി, ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ് ഹോമിയോപ്പതി. നോബഡി ഈസ് കമ്മിങ് ടു ടീച്ച് us. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് വെൽ വി വിൽ അഡ്മിറ്റ് ഇറ്റ് എന്നാണ് അവർ പറയുന്നത്. അതിന് അവരെയും തെറ്റ് പറയാൻ കാര്യമില്ല. കാരണം ഒരൊറ്റ ഹോമിയോപ്പതി ഡോക്ടർ പോലും ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ബട്ട് ഐ ഹാവ് ഡൺ ഇറ്റ്. ഇവർക്കറിയില്ല. ഇപ്പം അലോപ്പതിയിലെ ഡോക്ടേഴ്സ് പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾക്കറിയില്ല ഹോമിയോപ്പതി എന്താണെന്നുള്ളത്. അത് ഞങ്ങളൊന്ന് പഠിപ്പിച്ചതാ, അത് നല്ലതാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നതിലും കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിൻ്റെ പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. സഫീഷ്യൻ്റായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ, സെല്ലുകളെ ലിംഫോസൈറ്റിന് ആക്ടിവിറ്റി കൂട്ടുക, ലിംഫോസൈറ്റിന് ആക്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവരുണ്ട്, അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും. തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടെന്ന് കരുതി ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ തൈറോയ്ഡ് ഹോർമോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ല. മാനേജ്മെൻറ്റാണത്. പക്ഷേ അതിലുപരി ആ തൈറോയ്ഡ് ഗ്ലാൻഡിൽ എന്തുകൊണ്ട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അവിടെ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആണെങ്കിൽ അതും ബ്ലോക്ക് കണ്ടെത്തി. ഇപ്പോൾ ആൻജിയോഗ്രാമൊക്കെ നടത്തി നമ്മൾ ബ്ലോക്ക് കണ്ടെത്തുന്നത് പോലെ, ഞാൻ തൈറോയിഡിൻ്റെ കാര്യം ആൻജിയോഗ്രാം നടത്തണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടോ ഇല്ലോ, ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ബ്ലഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? പല ടെസ്റ്റുകളിൽ നിന്നുണ്ട് ഹൈ ലെവലിൽ കാണാൻ റീഡിങ്സ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലോട്ടിൻ ടൈം, ഒരാളുടെ നോർമൽ ക്ലോട്ടിൻ ടൈം എന്ന് പറയുന്നത് പോലെ 6 മിനിറ്റിനും 9 മിനിറ്റിനും ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 6 മിനിറ്റിൽ താന്നാൽ ദർ ഈസ് എ ക്ലിയർ എവിഡൻസ് ദാറ്റ് ആ വ്യക്തിയുടെ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോക്സിക് ലെവൽ ഉണ്ടെന്ന് അർത്ഥം. അപ്പം ബ്ലഡ് ക്ലോട്ടിങ് ഫാക്ടർ, ഇപ്പോൾ APTT ഉണ്ട്, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോസിറ്റ് ടൈം നോക്കിയാൽ നമുക്ക് ഒരാളുടെ ശരീരത്തിൽ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും.
അതുപോലെ തന്നെ പല റിച്ച് പ്രോട്ടീൻസ് നമ്മുടെ ലിവറിലൊക്കെ ഉണ്ടാകേണ്ട പ്രോട്ടീൻസ് ബ്ലഡിൽ ലയിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ലെവൽ നോക്കി നമുക്ക് ഒരാളുടെ ഇപ്പോൾ മസിൽസിലൊക്കെ ഉണ്ടാകേണ്ട പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ കാർഡിയക് മസിൽസിന് ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ആ ലെവലിലുള്ള പ്രോട്ടീൻ്റെ ലെവൽ നോക്കി കഴിഞ്ഞാൽ ബ്ലഡിൽ അമിതമായിട്ട് വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹാർട്ട് മസിൽസ് ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ളോ അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ളതോ അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പിന്നെ കാല് മരവിച്ചു പോകുമോ അല്ലെങ്കിൽ കൈ മരവിച്ചു പോവുകയോ അല്ലെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ പാരലൈസ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നിരവധി ടെസ്റ്റുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാതെ എങ്ങനെയോ ജീവിക്കുക, വീണ് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് കൈകാലിട്ട് എടുത്ത് കരയുക, ഈ ഒരു സംവിധാനം. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ പിന്നെ നിവൃത്തിയില്ലാതെ ഇവരോട് ചോദിച്ച് ചികിത്സയ്ക്കായിട്ട് നടക്കുക. ഇതല്ല വേണ്ടത്. പകരം നമുക്ക് രോഗപ്രതിരോധ സംവിധാനം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക, രോഗപ്രതിരോധ സംവിധാനത്തിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ധാരാളം ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം മോശമായിട്ട് വരികയാണെങ്കിൽ പോലും ഞങ്ങൾ തയ്യാറായിട്ട് മുന്നിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ലോകമെമ്പാടും ഇൻഷുറൻസ് കമ്പനികളാണുള്ളത് ആരോഗ്യമേഖലയിൽ. അപ്പോൾ അവർ പോലും പിന്നെ ഭീമാകരമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട്. നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിലവിൽ നമുക്ക് ചുറ്റുപാടുണ്ട്, നിരവധി ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പുതിയൊരു ബ്രാഞ്ച് തന്നെയാണ് ഹോമിയോപ്പതി മെഡിസിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മോഡേൺ എന്ന് പറയുന്നത് ശരിക്കും ഹോമിയോപ്പതി മെഡിസിൻ തന്നെയാണ്. ഏതായാലും 250 കൊല്ലത്തിന് മേളിലായിട്ടും 300 കൊല്ലത്തിന് താഴെ ഉള്ളൂ അതിൻ്റെ പിന്നെ അത് ജനിച്ചിട്ട് പോലും, ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഉത്ഭവിച്ചിട്ട് പോലും. അപ്പോൾ അതിന് മേൽ പഴക്കമുള്ളതാണ് അലോപ്പതി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം മോഡേൺ ടെക്നോളജി അലോപ്പതി സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുന്നത് പോലെ ഹോമിയോപ്പതിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ സർജറി, ഈ ബാച്ചിലർ ഓഫ് ഹോമിയോപ്പതി മെഡിസിൻ സർജറി എന്ന് പറയുന്ന സർജറിയുടെ ഭാഗങ്ങളോട് അതിൻ്റെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രോഗപ്രതിരോധ സംവിധാനം നിങ്ങളത് കൂട്ടാൻ വേണ്ടി നല്ല ആഹാരം കഴിക്കുക, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക, കഴിവതും ടോക്സിക് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. നല്ല നല്ല ഹോട്ടലുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസാണ് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും. അതോടൊപ്പം തന്നെ ഈ എന്താ പറയുക, വീടുകളിലൊക്കെ കൃഷി ചെയ്യുക, അല്ലേ, ബയോ ഫാമേഴ്സൊക്കെ ഉണ്ട് ധാരാളം പേര്. അപ്പോൾ വീടുകളിലൊക്കെ കൃഷി ചെയ്യുക, സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അത് ബിസിനസ്സായിട്ട് ഇന്ന് ധാരാളം പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി ലോകത്ത് മുഴുവൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സിസ്റ്റമാണ് ഹോമിയോപ്പതി കൊണ്ടുവരുന്നത്. നല്ല ഫുഡ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, ഹോമിയോപ്പതി മെഡിസിൻ ആവശ്യമായിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. ബട്ട് അതിന് പകരം അറിയാൻ വയ്യാത്തൊരു മേഖലയെക്കുറിച്ച് നിങ്ങൾ പറയരുത്. വാക്സിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ പല സ്ഥലങ്ങളിൽ വൈറൽ എപ്പിഡമിക് വന്ന സ്ഥലത്ത് ഈ ശാസ്ത്രീയ വശം മനസ്സിലാക്കി രോഗപ്രതിരോധ സംവിധാനം കൂട്ടി ആ പ്രദേശത്തെ ആൾക്കാരെ എല്ലാം സംരക്ഷിക്കാനും സേവ് ചെയ്യാനും അവരുടെ ലൈഫിനെ സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പറയാനുള്ള റൈറ്റും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ ഒരിക്കലും ആർക്കും ദോഷം ചെയ്യില്ല. അഥവാ അത് ദോഷം ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് വാക്സിൻ്റെ കുഴപ്പമില്ല, ആ വ്യക്തിയുടെയോ ആ സമൂഹത്തിൻ്റെ കുഴപ്പമോ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ.